ഒരോട്ടം ഉണ്ടായിരുന്നു. പോവോ? ചേട്ടാ പോവും, പക്ഷെ ടാക്സിയാണ്. ടാക്സിയാന്നൊക്കെ എനിക്ക് അറിയാന്നേ. കോഴിക്കോട്ടേക്കൊന്ന് പോണായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പിറകെ കയറിക്കോ. ചേട്ടൻ കോഴിക്കോട്ടാണ് സ്ഥലം? അല്ലെന്നേ, അങ്ങ് തെക്കാ. അപ്പൊ ചേട്ടാ ഇവിടെ എങ്ങനെ വന്നിട്ടും? ഓ, മോൻ്റെ കൂടെ ഇന്നലെ ഇവിടെ വന്നായിരുന്നേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മോനെ കാണാനില്ല. അപ്പൊ മോന്റെ ഫോണിൽ വിളിച്ചില്ലേ? മോൻ്റെ ഫോൺ ഓഫാ. വീട്ടിലേക്ക് പോകുന്ന വഴിയാറില്ലേ? അവരെന്നെ ഒഴിവാക്കിയതാ. ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണമല്ലോ. ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എൻ്റെ വീടും വീട്ടുകാരും. ചേട്ടൻ കോഴിക്കോട് എവിടത്തേക്കാ? എൻ്റെ ഒരു സുഹൃത്തുണ്ടേ, പുള്ളി കോഴിക്കോടാ. അവനൊന്ന് പോയി കാണും. ഞങ്ങൾ കുറേ കാലം ഒന്നിച്ച് ഗൾഫിലുണ്ടായിരുന്നേ. ഉറ്റ സുഹൃത്താ. അവ എപ്പോഴും പറയാറുണ്ട്, കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ഇങ്ങോട്ട് പോരെന്ന്. ഇതാ അവൻ്റെ അഡ്രസ്സ്. ദിനേശൻ, കിഴക്കേക്കര ഹൗസ്, മാവൂർ റോഡ്. ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ. അതിൽ വിളിച്ചാൽ കിട്ടത്തില്ല. ഒന്ന് വിളിച്ചു നോക്കുവോ? ആ, ഇറങ്ങിയുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ദിനേശ് ചേട്ടനാണോ? അതെ, ഇത് ജമാൽ ഖാന്റെ ഫ്രണ്ടാണ്. ജമാല? ദൈവമേ, അവൻ നിങ്ങളെ കൂടെ ഉണ്ടാ? ആ, എൻ്റെ കൂടെ ഉണ്ട്. വീട് എവിടെ വരുന്നത് ദിനേശ് ചേട്ടാ? ഇവിടേക്ക് വരുന്നുണ്ടോ നിങ്ങൾ? അതെ. അയ്യോ, ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ ഞങ്ങൾ ഈ അങ്ങാടിന്റെ സൈഡിലായിട്ടുള്ളത്. ആ അതെയോ. വീട് കുറച്ചുള്ളിലായിട്ടാണ് വരുന്നത്. ഒരു കാര്യം ചെയ്യ്, പള്ളിയുടെ സൈഡിൽ നിങ്ങൾ വന്നാൽ മതി. മുക്കിലുള്ള പള്ളിയില്ലേ, അതിന്റെ സൈഡിൽ. ആ, ഞാൻ അവിടെ വന്ന് നിൽക്കാം. ജമാൽ കഥ അയാളാണെന്ന് തോന്നുന്നത്. ജമാലെ, ദിനേശ, എത്ര കാലം. സാരില്ലടാ, നമ്മൾ പ്രവാസികൾക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. നമ്മ പണ്ടേ അത് പറഞ്ഞിട്ടല്ലേ ഞാൻ നിനക്ക് അഡ്രസ്സൊക്കെ തന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ എൻ്റെ വീട്ടിലൊരു അന്യനായിരിക്കില്ല. നിനക്ക് ജീവിതാവസാനം വരെ ഞാനും എൻ്റെ മക്കളുണ്ട്. അപ്പൊ ശരി.